നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈരളിയുടെ സ്ക്രീനിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നുണ്ട്. ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകാം ചർച്ചയ്ക്കിടയിൽ. ഞാനതൊന്ന് വേഗത്തിൽ വായിച്ചുകൊണ്ട് വസന്തിൻ്റെ റിയാക്ഷനിലേക്ക് വരാം. വീണ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി ഒരു ബന്ധവുമില്ലെന്ന് ദുബായിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി. ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാമർശിക്കുന്ന സ്ഥാപനം എക്സാലോജിക് കൺസൾട്ടിംഗ് അല്ല. 2013 ഷാർജയിൽ തുടങ്ങിയ സ്ഥാപനമാണിത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, എസൻസി ലാവലിൻ എന്നിവരുമായി ബിസിനസ് ബന്ധങ്ങളില്ല. ഡയറക്ടർ ബോർഡിലും പേറോളിലും വീണ, സുനീഷ് എന്നീ പേരുകളിലുള്ള ആരുമില്ല. എക്സാലോജിക് സൊല്യൂഷൻ എന്ന പേരിലൊരു സ്ഥാപനം UAE പ്രവർത്തിക്കുന്നില്ലെന്നും സ്ഥാപന മേധാവികളായ സസൂൺ സാദിഖ്, നവീൻ കുമാർ എന്നിവർ ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൻ്റെ വീഡിയോയും വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു വാർത്തയായി പുറത്തു വരികയും ചെയ്യും. പൊളിഞ്ഞു പോയല്ലോ വസന്തേ. ശ്രീ ശരത്, പൊളിഞ്ഞു പോകാൻ വേണ്ടി നേരത്തെ ഈ ചർച്ചയിലെ 4 ഇടതു പ്രതിനിധികളിൽ ഒരാളായ പ്രേംകുമാർ പറഞ്ഞതുപോലെ ഇത് VD സതീശന്റെ ഓഫീസിൽ നിന്ന് കുക്കപ്പ് ചെയ്ത് വിട്ടിരിക്കുന്ന സ്റ്റോറിയൊന്നും അല്ലല്ലോ. അദ്ദേഹം എത്ര നിരുത്തരവാദപരമായാണ് ഒരു മാധ്യമ പ്രവർത്തകനെന്നോ നിരീക്ഷകനെന്നോ വേഷമിട്ട് വന്നിട്ട് പറയുന്നത് ഷോൺ ജോർജിന് വിവരങ്ങൾ കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണ്. ഷോൺ ജോർജ് BJPയുടെ ഒരു നേതാവാണ്. BJPയുമായി ആർക്കാണ് ബന്ധം എന്നൊക്കെ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ചർച്ച ഇവിടെ നിൽക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ചർച്ചയിൽ നല്ലത്. അല്ലെങ്കിൽ അങ്ങ് ഇടത് വക്താവ് അല്ലെങ്കിൽ LDF കൺവീനർ എന്ന പേരിട്ട് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിൽ പറയുമ്പോൾ നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഷോൺ ജോർജിന്റെ ആരോപണങ്ങൾക്ക് വസ്തുത വേണം എന്ന് പറയുന്ന പോലെ ഈ കാര്യങ്ങൾക്കും വസ്തുത ഉണ്ടാകണം. 1. 2, വളരെ കൃത്യമാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വെളിയിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അങ്ങിപ്പോ ആ VT പ്ലേ ചെയ്തത് നന്നായി. ആ VTയിൽ വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറയുന്നു, കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് പറയുന്നു ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് ഞെട്ടിക്കുന്നതാണ്. വസന്ത, അത് ആദ്യ വാചകത്തിലേ ഉള്ളൂ. പിന്നീട് അദ്ദേഹം സംസാരിക്കും തോറും അദ്ദേഹം ഉള്ളിലേക്ക് ആരോപണത്തെ എടുത്തു കഴിഞ്ഞു. ആ ആരോപണത്തെ എടുത്ത് കഴിഞ്ഞ വ്യക്തി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയിലേക്ക് അദ്ദേഹം ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി ഏതാണ്ട് ഒന്ന് നന്നാക്കി എടുത്തു കളയാം എന്ന മട്ടിലൊരു ഉപദേശ സ്വഭാവത്തോടുകൂടി മുഖ്യമന്ത്രി പറയട്ടെ, വളരെ നിഷ്കളങ്കമായി പറയുകയാണ്. ഇനി അതിന് പോലും സ്കോപ്പില്ല വസന്തേ, കാരണം ആ കമ്പനിയും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ സ്ക്രീനിൽ കാട്ടി. ഇപ്പോൾ ആ കമ്പനിയുടെ വിശദീകരണവും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി ഒന്നും പറയേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കേസാണ് ഇല്ലാതായത്. വസന്ത്, അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു കേസില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയോ? ഈ പാനലിൽ കേസ് എന്ന് പറയുന്നത് കോടതിയിലെ കേസെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡ് എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇതിൽ BJP നേതാവായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ് ആണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ കൂടെ ഇതുകൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. ആ കേസ് സെറ്റിൽ ചെയ്യുകയാണ് ഉണ്ടായത്. അല്ല, കേൾക്കൂ, ഞാൻ പറയാലോ. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ 4 ഇടത് പ്രതിനിധികൾ എന്ന് പറഞ്ഞത്. ഈ ചർച്ചയിൽ ഷോൺ ജോർജോ ആരോപണം ഉന്നയിച്ച ഷോൺ ജോർജോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇല്ല. കള്ളം പറഞ്ഞ ആളുകളുടെ ആവശ്യമില്ലെന്നേ. കള്ളം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സമൂഹത്തെ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിച്ച ഒരു കള്ള കഥ പ്രചരിപ്പിച്ചവർക്ക് എന്ത് സ്കോപ്പും എന്ത് സ്പേസുമാണ് യഥാർത്ഥത്തിലുള്ളത്? അല്ലാതെ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ ആരോപണം ശരിയാണെങ്കിൽ അത് കേരളത്തെ ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ വക്താവായി ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി 4 പേരും, നിങ്ങൾ 4 പേരും ഈ ഡിബേറ്റിന്റെ എക്സാലോജിക് സൊല്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് എന്റേതായിട്ടുള്ള സമയം തന്നില്ലെങ്കിൽ ഞാൻ മിണ്ടുന്നേ ഇല്ല. നിങ്ങൾ 4 പറയുക, ഞാൻ കേട്ടിരിക്കാം. ഏതായാലും ഞാൻ വന്നുപോയല്ലോ, അപ്പൊ ഞാൻ കേട്ടിരിക്കാം. എനിക്ക് പറയാനുള്ള സമയം തരണം. 1, ആ കേസ് കോടതിയിൽ നിന്ന് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അരുൺകുമാറും പ്രാക്ടീസിംഗ് ലോയാണ്, ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. വളരെ കൃത്യമായി കോടതി പറയുന്നു, SFIO അന്വേഷണം നടക്കുമ്പോൾ തൽക്കാലം പുതിയൊരു അന്വേഷണത്തിന്റെ സ്കോപ്പില്ല. ആ അന്വേഷണം നടക്കട്ടെ എന്നാണ് കോടതി പറയുന്നത്. നല്ല കാര്യം. ഇനി ഇന്ന് ഷോൺ ജോർജ് ഉച്ചയ്ക്ക്, ഞാൻ ഈ ചർച്ചയ്ക്ക് മുമ്പ് കണ്ട 2-3 ബീറ്റുകളിൽ ഷോൺ ജോർജ് ആണ് ഈ ആരോപണം കൊണ്ടത്. അപ്പൊ അദ്ദേഹത്തെ വിശ്വസിക്കുക അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന നിലപാട് കേൾക്കുക എന്നുള്ളതാണ് തൽക്കാലം നമുക്ക് പോസിബിൾ ആയുള്ള കാര്യം. അല്ലെന്ന് തെറ്റാണ്. അയാൾ പറഞ്ഞത് കളവാണെന്ന്. അത് പിന്നെ എങ്ങനെ വിശ്വസിക്കും? വസന്ത് വേണേ വിശ്വസിച്ചോളൂ. 1, വസന്ത് വിശ്വസിച്ചോളൂ. 2, ഇതേ കോടതിയിൽ ഇതേ റിട്ട് പെറ്റീഷനിൽ ഷോൺ എന്താണ് കൊടുത്തത്? ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ സെറ്റിൽ ചെയ്തു എന്ന് പറയുന്ന ഇത് എങ്ങനെ നിലനിൽക്കും? കാരണം അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൊടുത്ത ഹർജിക്കാരൻ അതിൽ ഉറച്ചു നിന്നാൽ, അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടേ കോടതി, അല്ലെങ്കിൽ അതിൽ കമന്റ് ഉണ്ടാവണ്ടേ? ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് വസന്ത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ഒരു ലോയറാണ്, അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ അറ്റവും തുമ്പുമില്ലാത്ത ഒരു ആരോപണമായിട്ട് വന്നിട്ട് കോടതി ശകാരിക്കാത്തത്? അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണ് കോടതി അതെടുത്ത് കുപ്പയിലേക്ക് വലിച്ചെറിയാഞ്ഞത്? അതുകൊണ്ടാണ്, അതാണ് അരുൺ പറഞ്ഞല്ലോ, അത് തള്ളിയതാണ്.
അതിന് കൊടുത്ത അക്കൗണ്ടിൻ്റെ ഏറ്റവും ഗുരുതരമായ അഴിമതി പണം എത്തിയ ദുബൈയിലെ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ ഹർജിക്കാരൻ കൊടുത്തിട്ടും കോടതി ഇത് മുഖവിലക്കെടുത്തില്ല എങ്കിൽ അത്രയേ അതിനകത്തുള്ളൂ എന്നുള്ളതാണ്. അത് കളവാണ് എന്ന് കേരളത്തിൽ നിന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. കോടതിക്ക് മനസ്സിലായി, നാട്ടുകാർക്കും മനസ്സിലായി. കേൾക്കൂ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കംപ്ലീറ്റ് ഒരു പോയിന്റ് എന്റെ സാറേ, നമ്മൾ തമ്മിലല്ലേ ഈ സംസാരിക്കുന്നത്, വേറെ ആരും ഇടപെടുന്നില്ല. വസന്ത് പറഞ്ഞോളൂ, അത് ഓരോ സെന്റൻസിലും പറയണ്ട, നിങ്ങൾ ഇഷ്യൂവിലേക്ക് വരൂ. ശരത് അങ്ങ് ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞു ഇടപെടും, നിശ്ചയമായി ഇടപെടും. കണ്ടന്റിലല്ലേ നമ്മൾ സംസാരിക്കുന്നേ. ഇന്ന് ഉച്ചയ്ക്ക് ഷോൺ ജോർജ് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല, ഞാൻ അദ്ദേഹത്തെ ഓൺ ചെയ്യുന്ന ആളുമല്ല, പക്ഷെ ആ ആരോപണം കൊണ്ടുവന്ന ആൾ പറയുന്നു ഞാൻ പറഞ്ഞത് ഈ എക്സാലോജിക് വീണയുടെ എക്സാലോജിക്കിനെ പറ്റി തന്നെയാണ്, അങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ട്, അതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്നലെ ഞാനടക്കം പങ്കെടുത്ത വിവിധ ചർച്ചകളിൽ അദ്ദേഹം വന്നിരുന്നു പറയുന്നു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്ന് വസന്ത് അത് കഴിഞ്ഞു, ഇന്ന് പറഞ്ഞോ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ പഴങ്കഥ പറയാതെ അത് കളവാണെന്നേ. ഇന്ന് പറഞ്ഞോ? ഇന്നലെ അത് ഏറ്റെടുത്ത മഹാന്മാർ, ഇന്നലെ അത് ഏറ്റെടുത്തവർ ഇന്ന് പറഞ്ഞോ എന്നുള്ളതാണ്. ഇന്നാണത് കളവാണ്, ഇന്നലെ രാത്രി മുതലാണ് കുറെ കൂടി ബോധ്യപ്പെട്ടതെന്നിരിക്കെ വസന്ത് ഇന്നാരെങ്കിലും അത് പറഞ്ഞോ? പ്രതിപക്ഷ നേതാവ് അതിൽ ഉറച്ചു നിന്നോ? അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആ ആരോപണത്തിൽ ഉറച്ചു നിന്ന് പുതിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയോ? ഇല്ലല്ലോ. ഷോൺ ഇന്ന് പറഞ്ഞോ? ഇന്നലത്തെ ആരോപണം ആവർത്തിച്ചോ? ഇന്ന് കേൾക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറയാം, PWCയിൽ നിന്ന് $3.5 ലക്ഷം ട്രാൻസാക്ഷൻ വീണ തൈക്കണ്ടിയും അദ്ദേഹത്തിന്റെ മുൻ ഭർത്താവും ജോയിന്റ് സിഗ്നേറ്ററീസ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അത് PMLA അടക്കം അട്രാക്ട് ചെയ്യുന്ന ഏത് കമ്പനി ആ ബാങ്ക് അക്കൗണ്ട് ഏത് കമ്പനിയുടെ പേരിലാണ് വസന്ത്? എന്റെ ശരത്തെ ഷോൺ ജോർജിനെ കിട്ടില്ലെന്ന് പറഞ്ഞ് ഷോൺ ജോർജിന്റെ ആരോപണം പറയാനല്ല നിങ്ങൾ പറഞ്ഞത് വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. PMLA അട്രാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അബുദാബിയിലെ അക്കൗണ്ട്, ആ കമ്പനിയുടെ പേരെന്താണ്? വസന്ത് പരിശോധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത് രണ്ടും രണ്ടാണ് വസന്തേ. അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ഞാനത് വസ്തുതാപരമായ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. അല്ല, ആ വസ്തുത അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ? ഈ പറഞ്ഞ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി എന്നതാണ് ദുബൈയിലേത്? അത് വീണയുടേതല്ല. വീണയുടെ എക്സാലോജിക് ബാംഗ്ലൂർ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഈ പറയുന്ന യാഥാർത്ഥ്യത്തെ വസന്ത് അക്സെപ്റ്റ് ചെയ്തോ? ഞാൻ ചോദിച്ചത് വേറൊരു കാര്യമില്ലേ? റൈറ്റ്.